സംസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ശിലാഫലകം ഇപ്പോൾ അനാച്ഛാദനം ചെയ്യുകയാണ്. ഇപ്പോൾ അമിത്ഷാ KG മാരാർ ഭവൻ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇനി നാടമുറിക്കും. അതിനുശേഷം പ്രതിമ അനാച്ഛാദനം. ഇങ്ങനെയാണ് ഈ BJP സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട അമിത്ഷായുടെ നടത്തുന്ന ചടങ്ങുകൾ. അതിനുശേഷം നേരെ പുത്തരിക്കണ്ടത്തേക്ക് തിരിക്കും. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനം കൂടിയാണ് അമിത്ഷായുടെ. ഏറെക്കാലത്തിന് ശേഷം വലിയ ശേഷമാണ് പുത്തരിക്കണ്ടത്ത് എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. 12:30 അവിടെ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ KG മാരാർ ഭവന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. പാലുകാച്ചൽ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. അന്നു മുതൽ പാർട്ടി ആസ്ഥാന മന്ദിരമെന്ന നിലയിലുള്ള പ്രവർത്തനവും തുടങ്ങിയിരുന്നു. മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ അമിത്ഷായ്ക്കൊപ്പമുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രനും ഒന്നിച്ച് അമിത്ഷാ BJP സംസ്ഥാന കാര്യാലയത്തിനകത്ത്. ഋഷിപാൽ, ഇനി ഭദ്രദീപം തെളിയിക്കലാണ് അടുത്ത ചടങ്ങ്. സുജയിൽ ഭദ്രദീപം തെളിയിക്കും. ഭദ്രദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട മുൻ നേതാക്കളുടെ അടക്കം പ്രതിമകൾ അനാച്ഛാദനം ചെയ്യാനുണ്ട്. അതിനുശേഷം അമിത്ഷാ ഒന്ന് നേതാക്കളെ ഓഫീസിൽ കണ്ടു. അതിന് തൊട്ടുപിന്നാലത്തിന് പുത്തരിക്കണ്ടത്തേക്ക് തിരിച്ചു പോകും. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇവിടെ അമിത്ഷാ ചെലവഴിക്കുക. അങ്ങനെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അനാച്ഛാദനങ്ങളുണ്ട്. അങ്ങനെ BJPയുടെ ദേശീയ നേതാക്കളൊക്കെ ഈ ചടങ്ങിലുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ, അതിന്റെ പ്രചാരണത്തിന്റെ തുടക്കമെന്ന നിലയിൽ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വലിയ പരിപാടി, അതിന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വം പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലേക്ക്, ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും പുത്തരിക്കണ്ടത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയത്. BJP സംസ്ഥാന ആസ്ഥാനം തലസ്ഥാനത്ത് തൈക്കാട് അരിസ്റ്റോ ജംഗ്ഷന് സമീപമാണ് KG മാരാർ ഭവൻ BJPയുടെ സംസ്ഥാന കാര്യാലയം. 55 സെന്റ് സ്ഥലത്ത് 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് KG മാരാർ ഭവൻ ഇപ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇപ്പോൾ നിലവിളക്ക് തെളിച്ചു കഴിഞ്ഞു. ഇനി പാലുകാച്ചലടക്കം കഴിഞ്ഞ വർഷം പൂർത്തിയായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പരിപാടികൾ ബാക്കിയുണ്ടോ കാര്യാലയത്തിൽ? സുജാനി, മറ്റു പരിപാടികളൊന്നുമില്ല. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നേരത്തെ തന്നെ BJP സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം, ഔദ്യോഗിക ഉദ്ഘാടനം വൈകിയത്. പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായി. പിന്നീട് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഏതാണ്ട് 1-2 ആഴ്ചക്കകം തന്നെ പഴയ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും പുതിയ ആസ്ഥാന മന്ദിരത്തേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ്. പക്ഷേ അന്ന് ഉള്ള മാതിരിയല്ല. ഇപ്പോൾ കുറച്ചുകൂടെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഓഫീസ് കെട്ടിടമൊക്കെ മോടി പിടിപ്പിച്ച് മനോഹരമായ രീതിയിൽ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടിടങ്ങൾ പരിശോധിക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കെട്ടിടവും ഏറ്റവും വിശാലമായ കെട്ടിടം അത് BJPയുടെ സംസ്ഥാന കാര്യാലയമായിരിക്കും. അത്രയേറെ സൗകര്യമുണ്ട് അവിടെ. താമസ സൗകര്യം ഉൾപ്പെടെ, മുകളിൽ താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകർക്ക് ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടത്താനുള്ള ക്യാബിനുകളും, അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാന കാര്യാലയം അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ഏതാണ്ട് പൂർത്തിയായി. അമിത്ഷാ അല്പസമയത്തിന് തന്നെ താമരമാല അണിയിക്കുന്നു.